സിബി സത്യൻ ഇവിടെ ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ അതിൽ ശ്രദ്ധിച്ച 2-3 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിക്ക് ശരി, പാർട്ടിക്ക് ഇത്രയും പെർസെൻറ്റേജ് കുറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ വോട്ട് വിഹിതം പോയിട്ടുണ്ട് എന്ന്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വെവ്വേറെ കാണണമെന്ന് പറയുന്നവർ തന്നെയാണ് ഇങ്ങനെയുള്ള ന്യായവാദങ്ങളുമായി വരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് കൂടുതൽ വഷളാകാൻ ഗോവിന്ദ മാഷ് നിന്നിട്ടില്ല. അത് കാണാമല്ലോ. അദ്ദേഹം കൂടുതൽ പറഞ്ഞിരുന്നുവെങ്കിൽ കൂടുതൽ പരിഹാസ്യനായനെ. അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ഒരു നിർബന്ധിച്ച് പറഞ്ഞയച്ച രീതിയിലുള്ള ഒരു പ്രതീതിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് കണ്ടപ്പോൾ തോന്നിയത്. മഞ്ജുഷേ, ആദ്യമായിട്ട് ഗോവിന്ദൻ മാഷ് പരാജയപ്പെട്ടു എന്ന് അംഗീകരിച്ചത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം സാധാരണഗതിയിൽ അത് അംഗീകരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടത് മനസ്സിലാക്കിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അവസാനം കൺഫ്യൂഷനിലായി പോകും. അവസാനം ഇത്രയും കൂടുതൽ സീറ്റ് കിട്ടിയത് LDF-നാണോ UDF-നാണോ എന്ന് തുടങ്ങിയ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലാണ് അദ്ദേഹം സാധാരണഗതിയിൽ സംസാരിക്കുക. എന്തായാലും ഇത്തവണ അതിനെ പറയാറുണ്ട്, ആകെ കിട്ടിയ വോട്ടുകളുടെ എണ്ണം വെച്ച് അതിനെ, പക്ഷേ അത് സമർത്ഥിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. വോട്ടുകളുടെ എണ്ണം വെച്ച് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത്തവണ. അതുകൊണ്ടാണ് അദ്ദേഹം പരാജയം സംഭവിച്ചത്. അതെ, ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം, അതായത് 1980-ന് ശേഷം CPM-ന് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് എന്ന് പറയുന്നത് 41.3%. ഇപ്പോഴത് 37.64 ആയി മാറിയിരിക്കുന്നു. 37.64, അതായത് ഏതാണ്ട് 4% അതിന്റെ ഹിസ്റ്റോറിക് ലോയിൽ നിന്ന് വീണ്ടും താഴെ പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട കോർ വോട്ടുകൾ, പാർട്ടിയുടെ കോർ വോട്ടുകൾ മാറിയിരിക്കുന്നു. ഇത് വളരെ അപകടകരമായ ഒരു സിഗ്നലാണ്. ഈ സിഗ്നലിനെ ഇവർ കാര്യമായി കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ വളരെ അപകടകരമാണ്. അതായത് ഇപ്പം നേരത്തെ ആദ്യത്തെ ചർച്ചകൾ കേട്ടു, അതിനകത്ത് പിണറായി വിജയൻ എങ്ങനെ വീണ്ടും പ്രതിപക്ഷ നേതാവായി തിരിച്ചു വരണം എന്നൊക്കെയുള്ള ചർച്ചകൾ കേട്ടു. ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, CPM ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കേരള രാഷ്ട്രീയത്തിലെ ഗോർബച്ചേവോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ബുദ്ധദേവ് ഭട്ടാചാര്യയോ ആണ് പിണറായി വിജയൻ. അതിൽ നിന്ന് വിമോചനം ഉണ്ടാകണമെങ്കിൽ പിണറായി വിജയന്റെ അവസാനത്തെ നിഴലിനെയും CPM-ൽ നിന്ന് തുടച്ചു നീക്കി ഒരു പുതിയ റീവാമ്പ് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ പുതിയ തലമുറ മാറ്റത്തിന്റെ സമയമായി. പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ നിൽക്കാതെ ബാലഗോപാലിനെ പോലെയുള്ള പുതിയ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുതിയ തലമുറയ്ക്ക് അധികാരം കൈമാറി പിന്നണിയിലേക്ക് മാറണം. ഗോവിന്ദൻ മാഷിനെ പോലെയുള്ള ആൾക്കാർ നേരത്തെ പറഞ്ഞ താഴെത്തട്ടിൽ നിന്ന് അഭിപ്രായമെടുത്ത് എന്താണ് പാർട്ടിക്ക് സംഭവിച്ചത്, എങ്ങനെ തിരുത്തണം എന്നുള്ളത് ഏറ്റവും താഴെത്തട്ടിലെ ഏറ്റവും സാധാരണക്കാരായ സഖാക്കളോട് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മുകളിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ പിണറായിസത്തിന്റെ ജീർണത ബാധിച്ച ഒരു വലിയ പാർട്ടി സെറ്റപ്പ് ഉണ്ട്. ആ പാർട്ടി സെറ്റപ്പിനെ ഓരോന്നിനെയായിട്ട് ഒരുപാട് മരങ്ങൾ വളർന്നു വരുന്നുണ്ട്. അതിനെയൊക്കെ വെട്ടി നിരത്തി ഒരു പുതിയ സംഭവം കൊണ്ടുവരണം. ഈ ധാർഷ്ട്യത്തിന്റെ വാക്കുകൾ മാറ്റി വെക്കണം. ജനങ്ങളെ അംഗീകരിക്കാൻ പഠിക്കണം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നിയത്, ഏറ്റവും മോശമായ ഇന്റലിജൻസ് വർക്ക് ചെയ്ത CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഇന്റലിജൻസ് ഇത്രയും മോശമായ മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതായത് ചുറ്റുമുള്ള മുഴുവൻ പേരും, ഇന്റലിജൻസ് സംവിധാനം അടക്കം, ചുറ്റുമുള്ള പാർട്ടി സംവിധാനം അടക്കം മുഴുവൻ ആൾക്കാരും ഈ തെരഞ്ഞെടുപ്പ് ഈസിയായിട്ട് വിജയിക്കും എന്ന് പിണറായി വിജയനെ ധരിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ആ ഒരു ഭ്രമാത്മക ലോകത്തായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. കാരണം ജോസ് കെ മാണി വിട്ടുപോകാൻ പോയപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം കാണിച്ച് ഇപ്പുറത്തു നിന്നാലാണ് വിജയം എന്ന് ബോധ്യപ്പെടുത്തിയാണ് ഇപ്പുറത്ത് നിന്നത്. ഓക്കെ, റോഷി അഗസ്റ്റിൻ ഉയർത്തിയ പിളർപ്പിന്റെ ഭീഷണി ഒരു സൈഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളാണ് ജയിക്കുക എന്ന് കൃത്യമായിട്ട് ജോസ് കെ മാണിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവര് അപ്പുറത്ത് നിർത്തിയത്. അതായത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളവും ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ പിണറായിസത്തിന്റെ ആ ഒരു ഭീതിത വലയത്തിൽ നിന്ന് മോചിതരാകാത്ത എല്ലാ ഉന്നത നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഭ്രമാത്മക ലോകത്തായിരുന്നു. അവർ വളരെ കൃത്യമായിട്ട് വിശ്വസിച്ചു 3-ാം വട്ടം അധികാരം വരുമെന്ന്. അവരതേ സാധനം താഴേക്ക് കൊടുക്കുകയും ഈ പറഞ്ഞ പോലെ മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അടിസ്ഥാന തലത്തിൽ യാതൊരു പ്രവൃത്തി പരിചയമില്ലാത്ത സൈബർ സഖാക്കൾ ആ പല്ലവി ഏറ്റുപാടുകയും ചെയ്തു. ഇതിനകത്ത് താഴെത്തട്ടിൽ നിന്ന് ഒരു അപകട സിഗ്നലും അവർ കണ്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ തളിപ്പറമ്പും പയ്യന്നൂരിലും അടക്കം നടന്നത്. അല്ല, അതൊരു അപകട സിഗ്നൽ ആയിരുന്നല്ലോ. ആ അപകട സിഗ്നൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. അവിടെ ആരാണോ അബദ്ധം കാണിച്ചത് അവരെ സംരക്ഷിച്ചു. അതാണ് അമ്പലപ്പുഴയിൽ കണ്ടതും തളിപ്പറമ്പിൽ കണ്ടതും പയ്യന്നൂരിൽ കണ്ടതും. ഒരിക്കലും അത് തിരിച്ചറിയാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണോ? തിരിച്ചറിഞ്ഞിട്ടും അത് തിരിച്ചറിയാത്ത പോലെ ഭാവിച്ചു എന്നല്ലേ? അല്ലെങ്കിൽ പാർട്ടി അണികൾ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു പോയി. അല്ല, അവരൊരു ഭ്രമലോകത്താണ് ജീവിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും നടക്കില്ല,
ഇതാണ് സംഭവം. നമുക്കെതിരെ ഉയരുന്ന എല്ലാ വാളുകളും വെട്ടിനിരത്തുക, നമുക്കെതിരെ ഉയരുന്ന എല്ലാ ശബ്ദങ്ങളും എന്നേക്കുമായി നിശബ്ദമാക്കുക, നമ്മൾ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കൂ എന്ന് പറയുന്ന അധികാര പ്രമത്തതയുടെ അങ്ങേ അറ്റത്ത് നിന്നിട്ടാണ് ഈ CPM നേതൃത്വം ഈ ഇലക്ഷനെ നേരിട്ടത്. ഇതിനകത്ത് സാധാരണക്കാരായ ആളുകൾ, എനിക്ക് പലപ്പോഴും പറയാം, അവർ പരസ്യമായിട്ട് പലയിടത്തും ഞാൻ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ ഉള്ളിൽ ഈ പാർട്ടി ഇനി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. അത് വളരെ അപകടകരമായ ചിന്തയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ജയചന്ദ്രൻ, അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് PK ശ്യാമളയെ മത്സരിപ്പിക്കാൻ എടുത്ത തീരുമാനത്തിന്റെ ജാള്യത ഇന്ന് MV ഗോവിന്ദന്റെ മുഖത്തുണ്ടായിരുന്നു. സാധാരണ അദ്ദേഹം ഇങ്ങനെയല്ല മാധ്യമങ്ങളെ കാണാറുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.